ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂണ്. അപ്പോൾ ഇന്ന് കാണുന്ന എപ്പിസോഡിനകത്ത് ശാലിനി വിഷ്ണുവിൻ്റെ മുന്നിൽ തന്നെ എങ്ങനെയാണ് വിഷ്ണുവിനെ ഉപേക്ഷിക്കാൻ പറ്റിയത്, തന്നെ മറന്നിട്ട് എങ്ങനെ മറ്റൊരാളെ കഴുത്തിൽ താലി കെട്ടാൻ വിഷ്ണുവിന് പറ്റി എന്നൊക്കെയുള്ള ശാലിനിയുടെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം പറയാൻ പറ്റാതെ വിഷ്ണു നിൽക്കുമ്പോൾ സത്യഭാമ അവിടെ ശാലിനിയോട് ഒരു ചോദ്യം ചോദിക്കുവാണ്. നീ എന്തിനാണ് ശാലിനി ഇവിടെ വന്ന് വീണ്ടും ഇത്ര കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിനക്ക് വിവാഹം കഴിഞ്ഞതല്ലേ, നിനക്ക് വേറൊരു കുട്ടിയില്ലേ, എൻ്റെ മകൻ്റെ ജീവിതത്തിൽ പിന്നെ എന്തിനാണ് നീ ശല്യമായിട്ട് വരുന്നത് എന്ന് ചോദിക്കുന്ന സത്യഭാമയുടെ മുന്നിൽ ശാലിനി ആണയിട്ട് പറയണം, എൻ്റെ അമ്മയാണ് സത്യം, ഈ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ സത്യം പറയുകയാണ്, ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല, ഞാൻ വിഷ്ണുവേട്ടൻ്റെ താലി അല്ലാതെ മറ്റൊരാളെ താലി എൻ്റെ കഴുത്തിൽ അണിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം ശാലിനി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സത്യഭാമ വെറുതെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സത്യം എന്ന് പറയുന്നവൾ നിൻ്റെ ആരാണ്? ഈ സത്യം എന്ന് പറഞ്ഞ കുട്ടിയെക്കുറിച്ചുള്ള വിവരം കൂടെ നീ പറ, അവൾ നിൻ്റെ ആരാണ്? അപ്പം ശാലിനി വിട്ടുകൊടുക്കാതെ ശാലിനി ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്യണം. ശാലിനി പറയുന്നുണ്ട്, സത്യമോൾ ഈ കുടുംബത്തിലെ തന്നെ അംഗമാണ്, ഈ കുടുംബത്തിലെ ചോരയാണ് സത്യാമ്മയുടെ കുടുംബത്തിലെ പേരക്കുട്ടിയാണ് സത്യമോൾ, എൻ്റെ വിഷ്ണുവേട്ടൻ്റെ മകളാണ് സത്യ എന്ന് ശാലിനി പറയുമ്പം ഇത് കേട്ട് ശ്യാമ ഭയങ്കര ഷോക്കാണ്. കാരണം ഇനി ബാക്കിയും കൂടെ കുഞ്ഞേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തൊലഞ്ഞല്ലോ എന്നെ പേടിക്കാതെ ശ്യാമ ഒരറ്റം നിൽക്കുമ്പോൾ വിഷ്ണു ഈ വാർത്ത കേട്ട് ഇത് ഷോക്കായി നിൽക്കുന്ന വിഷ്ണുവിനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസും ലൈക്സ് ഇടാൻ ആരും മറക്കണ്ടോ. അപ്പം വിഷ്ണുവിൻ്റെ മുന്നിൽ ശാലിനി പറയുമല്ലേ, സത്യം നമ്മുടെ മകളാണ്. ആ ഒരു കാര്യം കേട്ട് വിഷ്ണുവിന് എന്താണ് അത് വിശ്വസിക്കാമല്ല. വിഷ്ണു താലി കെട്ടിക്കൊണ്ട് വന്ന ആ ഒരു പുതിയ പെണ്ണായി കാർത്തിക, അവൾക്ക് അതിനേക്കാളും വണ്ടടിച്ച സർപ്രൈസാണ് ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും. മധുശ്രീയുടെ പാത്ത് നിന്ന് പതുങ്ങി നിന്ന് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന മധുശ്രീ ചിന്തിക്കുവാണ്, ഇതെന്തോ പുതിയ നമ്പരൊക്കെ ഇവിടെ ഇറക്കുന്നത്, ഈ കഥയിൽ ഇങ്ങനെയൊക്കെ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, ഇതിപ്പം സംഭവിച്ചു എന്നൊക്കെ മധുശ്രീ ഒന്നും മനസ്സിലാതെ പൊട്ടൻ കഥ കാണുന്ന പോലെ നിന്ന് ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ശാലിനി പറഞ്ഞത് ഒരു രീതിയിലും വിശ്വസിക്കാൻ സത്യഭാമ എന്ന അഹങ്കാരി ഒരു രീതിയിലും തയ്യാറല്ല. സത്യഭാമ പറയുന്നുണ്ട്, പിന്നെ നീ ദൈവങ്ങളെ കൂട്ടുപിടിച്ച് ദൈവങ്ങളുടെ മേളിൽ സത്യം ഇട്ട് പറഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ അങ്ങ് വെള്ളം തൊടാതെ അങ്ങ് വിഴുകിക്കളയാനേ. ഈ നിൽക്കുന്നതേ മണ്ടിയല്ല, സത്യഭാമയാണ് നിൽക്കുന്നത്. സത്യഭാമ അരിയാഹാരമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് നീ പറഞ്ഞ ഈ കടിച്ചാൽ പൊട്ടാത്ത സത്യങ്ങൾ എന്ന് പറയുന്നത് നീ എത്ര ദൈവങ്ങളുടെ മേൽ ആണയിട്ട് പറഞ്ഞാലും ഇത് വിശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ശാലിനി. അപ്പോഴത്തേക്കും നമ്മുടെ ശാന്ത പറയുന്നുണ്ട്, ഒന്ന് വിശ്വസിക്കണം സത്യാമ്മ, എൻ്റെ മോളോട് നിങ്ങൾ ഈ ചതി ചെയ്യല്ലേ, നിങ്ങളുടെ മോളോട് ഞാൻ ചതി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ മോളൊക്കെ കൂടെ ചെന്ന് ചതിച്ചതാ അവിടെ ഇരിക്കുന്നില്ല, 6 വർഷം തന്നെ ജീവിതം പാഴാക്കി കളഞ്ഞില്ലേ, ആ എൻ്റെ മോൻ്റെ ജീവിതമാണ് നിങ്ങൾ പാഴാക്കി കളഞ്ഞത്. ഇപ്പം അവൻ മറ്റൊരു വിവാഹം കഴിച്ചപ്പോഴോ അത് നിങ്ങളുടെ മോക്ക് സഹിക്കാൻ വയ്യ. നിങ്ങളുടെ മോളാണെങ്കിൽ അവൻ്റെ കൂടെ ജീവിക്കത്തുമില്ല. നിങ്ങളുടെ മോക്കോ ശാന്തമ്മ, അവൾക്ക് മറ്റൊരു വിവാഹമാകാം, അവൾക്ക് അതിനകത്തൊരു കൊച്ചൊക്കെ ആകാം, പക്ഷേ എന്നിരുന്നാൽ എൻ്റെ മകൻ വിഷ്ണു വീണ്ടും ഒരു വിവാഹം കഴിച്ചപ്പോൾ അവൾക്ക് ആ ജീവിതം അവന് കൊടുക്കാനായിട്ട് സമ്മതമല്ല. അവൾ അതും തട്ടിത്തെറിപ്പിക്കാനായി ഇങ്ങ് കയറി വന്നിരിക്കുമല്ലേ. ശാലിനി, ഇത് നിൻ്റെ കളക്ടർ ഓഫീസിൻ്റെ മുറ്റമല്ല, ഇത് എൻ്റെ മുറ്റമാണ്. ഞാൻ ആട്ടി ഇറക്കുന്നതിന് മുമ്പേ നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. സത്യാമ്മ, എനിക്ക് അങ്ങനെ പോകാൻ ഒരു ഉദ്ദേശമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ സത്യം എന്നുള്ള കാര്യം എനിക്കറിയാം. നീ പറഞ്ഞ സത്യം, നീ അതിനുള്ള പ്രൂഫ് പറ ശാലിനി. നീ പറഞ്ഞില്ലേ സത്യം നിൻ്റെ മകളാണ്, വിഷ്ണുവിൻ്റെ മകൾ, ശരി ഞാൻ സമ്മതിച്ചേക്കാം. അത് അങ്ങനെ തന്നെ ആണെങ്കിൽ നീ സത്യം എന്ന് ഗർഭം ധരിച്ചു, എന്ന് എവിടെ വെച്ച് പ്രസവിച്ചു, ഏത് സമയം ഏത് തീയതി എവിടെ വെച്ച് പ്രസവിച്ചു, നീ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ പറ. അപ്പോഴേ ശാലിനി എന്താണ് ബ്ലാങ്ക് ആണ്. മനസ്സിൽ ആ സമയം കയറി വന്ന കാര്യം ഫ്ലാഷ് ബാക്ക് ആണ്. ഫ്ലാഷ് ബാക്ക് നമുക്ക് എല്ലാവർക്കും അറിയില്ല. അതായത് ശാലിനി എന്താണ് സത്യമോളെയും പപ്പിമോളെയും പ്രസവിച്ച ആ ഒരു ദിവസം, എന്നിട്ട് എന്താണ് പപ്പിമോള് ശ്യാമയ്ക്ക് ദാനമായി കൊടുത്ത ആ നേരം, ഇതൊക്കെ ഓർമ്മ വരുവാണ്. അതിനുശേഷം ശാലിനിക്ക് ഒളിച്ചോടേണ്ടി വന്ന കാര്യവും, പിന്നെ പോലത്തെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് എന്താണ് ശ്യാമയുടെ താലി തൊട്ട് നിൻ്റെ കുഞ്ഞിച്ച് നിനക്ക് തരുന്നത് സത്യമാണ്, ഞാൻ കാരണം നിൻ്റെ ജീവിതം നശിക്കത്തില്ല, ഈ താലി എന്ന് നിൻ്റെ കഴുത്തിൽ തന്നെ കാണും എന്ന് കൊടുത്ത ആ സത്യമൊക്കെയാണ് ശാലിനിയുടെ മനസ്സിൽ കയറി വരുന്നതുകൊണ്ട് ശാലിനിക്ക് ഒന്നും സംസാരിക്കാൻ വയ്യ. അപ്പോഴത്തേക്കും ശ്യാമ ഭയങ്കര പേടിച്ചിരിക്കുമോ, ഇത് എന്തെങ്കിലും പറയുമോ എന്നുള്ള കാര്യം. നമ്മുടെ മധുശ്രീ നിൽക്കുന്നുണ്ട്, ഇതിനകത്ത് വലിയ എന്തോ രഹസ്യമുണ്ടല്ലോ, എന്തോ ഒരു വലിയ രഹസ്യമുണ്ട്, എന്താണെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. ഇവിടെ ചുമ്മാ വന്ന് ഇവിടെ ഇങ്ങനത്തെ ഒരു കാര്യമൊന്നും അത് സത്യഭാമയുടെ മുന്നിൽ ഇവൾ പറയാൻ ഒരു ചാൻസും ഇല്ല. അപ്പം വിഷ്ണു പോലും അറിയാതെ ഇവർക്ക് ഒരു കൊച്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തൊക്കെ കാര്യമാണ്. വിഷ്ണു ആണെങ്കിലോ സത്യയെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ ശാലിയുടെ വായിന്ന് അറിഞ്ഞു കിട്ടാനായി ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് കാത്തിരിക്കുക. കാരണം ഇപ്പോഴല്ലേ സത്യ തൻ്റെ മകളാന്നുള്ള കാര്യമൊക്കെ അറിയുന്നത്. അപ്പോഴത്തേക്ക് വീണ്ടും ശാലിനി സ്റ്റക്കായി നിൽക്കുകയും നീ എന്താ ചോദിച്ചിട്ട് ഒരു ഉത്തരം പറയാത്ത എന്ന് സത്യഭാമ വീണ്ടും അങ്ങ് തുടങ്ങും. അങ്ങനെ സത്യഭാമ ഭയങ്കര പ്രശ്നമാകുന്നത് എന്താണ്, നീ പറ എവിടെ വെച്ച് ഏത് സമയം എന്ന് ആവർത്തിച്ച് ഇതേ കാര്യം ചോദിക്കുമ്പം ശാലിനിക്ക് അങ്ങ് തലയും കണ്ണൊക്കെ അങ്ങ് കറങ്ങുവാണ്. തലയും കണ്ണൊക്കെ കറങ്ങി ശാലിനി അവിടെ തല കറങ്ങി അങ്ങ് വീഴുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് പെട്ടെന്ന് രാഘവേട്ടൻ എല്ലാവരും പേടിച്ചു. അപ്പോൾ എല്ലാവരും വന്ന് എന്താണെന്നറിയോ, ഉടനെ രാഘവേട്ടൻ പറയുന്നുണ്ട്, ശ്യാമ നീ അകത്ത് പോയി ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വാ,
എന്നിട്ട് വെള്ളം തെളിക്കുക. അപ്പോഴത്തേക്കും പ്രീതിയൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും വെള്ളം തെളിച്ച് നോക്കുവാണ്. അപ്പോൾ ശാലിനി എന്താണ് കണ്ണ് തുറക്കം നോക്കുമ്പോഴത്തേക്കും ശാലിനിക്ക് എന്താണ് ആ ഒരു ടെൻഷനകത്ത് കയറി ബി.പിക്കകത്ത് ശാലിനി അങ്ങ് മയങ്ങിപ്പോയത്. പക്ഷേ ശാലിനി അങ്ങനെ വീഴുന്നതും വിഷ്ണു എന്താണ് ശാലിനി എന്ന രീതിയിൽ അങ്ങോട്ടേക്ക് പോകാൻ വരുന്നെങ്കിലും അങ്ങോട്ടേക്ക് അങ്ങ് മാറിയിരിക്കുവാണ്. അപ്പോൾ ശാലിനിക്ക് ഈ വെള്ളമൊക്കെ തെളിച്ച് ശാലിനിക്കൊന്ന് ബോധം വരുമ്പോൾ ശാലിനി നോക്കുമ്പോഴത്തേക്കും വിഷ്ണുവേട്ടൻ ആ ഇരുന്ന കസേരയിൽ നിന്ന് ഒരു ഇച്ചിരി പോലും അനങ്ങിയിട്ടില്ല. അപ്പോൾ ശാലിനിയുടെ മനസ്സ് അവിടം കൊണ്ടാണ് തകരുന്നത്. കാരണം എന്നെ ഇത്രയ്ക്ക് വിഷ്ണുവേട്ടനെ വേണ്ടാതായോ, മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതും തന്നെ വിഷ്ണുവേട്ടൻ എന്നെ ഇങ്ങനെ അങ്ങ് മറന്നു കളഞ്ഞോ. ആ സങ്കടത്തിൽ തന്നെ ശാലിനി എന്താണ് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ്. അപ്പം വിഷ്ണുവിനാണെങ്കിൽ ആ മുഖത്തോട് മുഖം നോക്കാനും വയ്യ. അവൻ വിഷ്ണുവേട്ടൻ എന്നിൽ നിന്ന് ഇത്ര അകന്നു കഴിഞ്ഞു. ആ ഒരു റിയാലിറ്റിയാണ് ശാലിനിയുടെ മുഖത്തേക്ക് ആ ഒരു നിമിഷത്തിലേക്ക് വരുന്നത്. അതിൻ്റെ സങ്കടം തന്നെ ശാലിനിക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ ശാരദാമ്മ എന്താണെന്നറിയോ, മോളെ മോളെ നിനക്ക് മനസ്സിലായില്ലേ, ഇവിടെ ഉള്ള വ്യക്തികളോടൊന്നും നീ സത്യങ്ങൾ പറഞ്ഞാലും അതൊന്നും കേൾക്കാനുള്ള ചെവി ഇവിടെ ആർക്കുമില്ല. നിനക്ക് എന്തിനാണ് ഈ പേടി, നിൻ്റെ മകളെ വളർത്താൻ നിനക്ക് കഴിവില്ലേ, നീ വാ എന്ന് പറഞ്ഞിട്ട് എന്താണ് ശാലിനി വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകാൻ നിൽക്കുമ്പം അപ്പോഴത്തേക്കും സത്യഭാമ വരുന്നത്, ഓ ഇതൊക്കെ അടവ് നമ്പർ, അവൾക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ലാതായപ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങ് ബോധം കെട്ടതായിട്ട് അങ്ങ് അഭിനയിച്ചാൽ മതിയല്ലോ. ദൈവത്തിനെ പിടിച്ച് സത്യം ഇടുന്ന പോലെ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം ഇല്ലാതാകുമ്പോൾ ഇങ്ങനെ തല കറങ്ങിയൊക്കെ വീണ് കാണിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ സത്യഭാമ പറയുമ്പോഴത്തേക്കും എടി ഒന്ന് നിർത്തടി, മഞ്ഞപ്പിത്തം പിടിച്ചുള്ള കണ്ണിന് എപ്പോഴും മഞ്ഞ തന്നെ തോന്നത്തുള്ളൂ, നിനക്കൊണ്ടല്ലോ ഭാമേ, നിനക്കൊരു വിവരമൊന്നും അറിയുന്നില്ല എന്ന് നമ്മുടെ രാഘവേട്ടൻ അവിടെ പ്രതികരിക്കുവാണ്. കാരണം മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ. അതേ സെയിം പല്ലവി തന്നെ സത്യഭാമ ഒരു 4 വഴക്ക് എന്നിട്ട് സത്യഭാമ അവിടെ ഉറഞ്ഞു നിന്ന് ഒരു 10 തുള്ളക്കം. ശാലിനി എന്താണ് വിഷ്ണുവിനെ നോക്കി ശാരദാമ്മ ശാലിനിയെ പിടിച്ച് കാറി കയറ്റി തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ ശാലിനി വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര കരച്ചിൽ. ഇവിടെ ആണെങ്കിലും ശാലിനി പോയതുമാണ്. ശാലിനിയെ കണ്ട് അത്രയും നേരം കണ്ണിൽ എന്താണ് സങ്കടം ഒതുക്കി പിടിച്ചിരുന്ന വിഷ്ണു ശാലിനി അവിടെ നിന്ന് മാഞ്ഞു പോയതും, അതായത് ആ തൻ്റെ കണ്ണിൽ നിന്ന് മറയുന്നതും ശാലിനിയെക്കുറിച്ച് വിഷ്ണുവിൻ്റെ മനസ്സിലുണ്ടെന്ന ആ സ്നേഹങ്ങളെല്ലാം കൂടെ ചെന്ന് കണ്ണീരായിട്ട് എന്താണെന്ന് വിഷ്ണുവും കരയുവാണ്. അങ്ങനെ ലാസ്റ്റ് വിഷ്ണു റൂമിൽ പോയി ഇരിക്കുവാണ്. അപ്പോൾ ആ റൂമിലേക്ക് നേരെ ശ്യാമയും അതുപോലെ തന്നെ നമ്മുടെ കമലനും വരുന്നുണ്ട്. ആശാൻ എന്ത് പണിയായി കാണിച്ച്, ഏട്ടത്തേമ്മ വന്ന് എല്ലാ സത്യങ്ങളും പറഞ്ഞല്ലേ, എന്നിട്ട് ആശാൻ എന്തോ ഒരു വാക്ക് പോലും പറയാതിരുന്നത്. ആശാൻ എന്തോ അപ്പോൾ ഇത്രയും കാലം ഏട്ടത്തേമ്മ സ്നേഹമാണ്, ഏട്ടത്തേമ്മയില്ല ജീവനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ ഇപ്പോഴാണ് മറ്റൊരാൾ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത്. ആശാൻ ഒന്ന് വെയിറ്റ് ചെയ്തെങ്കിൽ ഏട്ടത്തേമ്മ ഇതൊക്കെ വന്ന് പറയത്തില്ലായിരുന്നു. ആശാൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്ന് കമലം പറയുമ്പം ശ്യാം പറയുന്നുണ്ട്, എന്തോ വിഷ്ണുട്ട കാണിക്കുന്നത്, എൻ്റെ കുഞ്ഞിച്ചൊരു പാവമല്ലേ, ആ പാവത്തെ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും അറിയത്തില്ല. വിഷ്ണുട്ടൊന്ന് ആലോചിച്ചു, ഈ കുടുംബത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞിച്ച് ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു. സത്യാമ്മ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു അക്ഷരം എൻ്റെ കുഞ്ഞിച്ചി ഇന്ന് വരെ പ്രതികരിച്ചിട്ടുണ്ടോ. എൻ്റെ കുഞ്ഞിച്ചീൻ്റെ സ്നേഹം വിഷ്ണുവേട്ടനെ എങ്ങനെ മറന്നു കളയാൻ പറ്റി. അപ്പം നിങ്ങൾക്ക് 2 പേർക്കിടയിലുണ്ടായിരുന്ന സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു പോയോ, അതോ വിഷ്ണുവേട്ടനെ ഇപ്പം മറ്റൊരാളെ വിവാഹം കഴിച്ചേ പറ്റത്തുള്ളൂ, പുതിയൊരു ജീവിതം വേണമെന്ന് തോന്നിയോ. എൻ്റെ കുഞ്ഞേച്ചിക്ക് അങ്ങനത്തെ ഒരു ജീവിതം വേണമെന്ന് തോന്നിയില്ലല്ലോ വിഷ്ണുവേട്ട. എങ്ങനെയാണ് വിഷ്ണുവേട്ട എൻ്റെ കുഞ്ഞേച്ചിയെ ഉപേക്ഷിക്കാനായിട്ട് തോന്നി, എൻ്റെ കുഞ്ഞേച്ചിയുടെ മനസ്സ് ഇങ്ങനെ നോവിപ്പിക്കേണ്ടായിരുന്നു വിഷ്ണുവേട്ട, ഇത് വലിയൊരു ചതിയായിപ്പോയി എന്നൊക്കെ പറയുമ്പോഴേ ശ്യാമേ അങ്ങനെ ഒന്നും അല്ലടി, ഞാൻ അതിൻ്റെ കാര്യമൊക്കെ പറയാം എന്ന് വിഷ്ണു അവരുടെ മുന്നിൽ സർവ്വ സത്യങ്ങളും പറയാനായിട്ട് വിഷ്ണു ഒരുങ്ങുമ്പോഴത്തേക്കും ഇതെല്ലാം പുറത്തു നിന്നാണ് വാതിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുവാണ് ഈ വന്ന കാർത്തിക എന്ന് പറഞ്ഞ അഹങ്കാരി. അപ്പം എന്താണ് ഈ അഹങ്കാരി എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അയ്യോ ഇവൻ ഈ സത്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇവരോട് പറഞ്ഞാൽ എനിക്കിവിടെ താമസിക്കാൻ കിട്ടിയിരിക്കുന്ന സൗകര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ. പക്ഷെ അവൾ യഥാർത്ഥത്തിൽ പറഞ്ഞ പോലെ അവൾ കാമുകന് വേണ്ടി കാത്തിരുന്നിട്ട് ഇവിടെ കയറി വന്നിരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമില്ല. അവളുടെ പിറകിൽ വേറെ എന്തൊക്കെയൊക്കെയോ ഹിഡൻ ആയിട്ടുള്ള കുറച്ച് സീക്രട്സ് ഉണ്ട്. അത് ഇനി വന്ന എപ്പിസോഡിനെ നമുക്ക് കാണാൻ പറ്റും. അവൻ ഇങ്ങനെ വിഷ്ണുവേട്ടൻ്റെ അടുത്ത് മാറി ചോദിക്കുന്നുണ്ട്, കമലൻ ചോദിക്കുന്നുണ്ട്, എന്നാലും ഇത്രയും കാലം കാത്തു നിന്നിട്ട് ഇന്ന് തന്നെ ആശാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ എന്താണ് വിഷ്ണു ചോദിക്കുമ്പോൾ, എടാ നിനക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നീ പറയല്ലേ. അപ്പോഴേ ഷവർ ചെയ്ത് എന്തോ അറിയാത്ത കാര്യം, വിഷ്ണുവേട്ടൻ തന്നെ വേറൊരു വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ടല്ലേ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ കുഞ്ഞിച്ചിയോട് എങ്ങനെ ചെയ്യാൻ തോന്നി. എൻ്റെ കുഞ്ഞിച്ചി ഈ കുടുംബത്തിന് വേണ്ടി ഇനി ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, എൻ്റെ കുഞ്ഞിച്ചിയുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. വിഷ്ണുവേട്ടനെ തോന്നിയ പോലെ എൻ്റെ കുഞ്ഞിച്ചിക്ക് തോന്നിയിട്ടില്ലല്ലോ മറ്റൊരാൾ വിവാഹം കഴിക്കണമെന്ന്. അപ്പം വിഷ്ണുവേട്ടൻ എൻ്റെ കുഞ്ഞിച്ചിടത്തുള്ള സ്നേഹവും പ്രേമവും എല്ലാം നഷ്ടപ്പെട്ടു വിഷ്ണുവേട്ട. അങ്ങനെ അല്ല ശ്യാമേ, നീ തെറ്റിദ്ധരിക്കുവാണ്. ഞാൻ എന്ത് തെറ്റിദ്ധരിക്കാനാ വിഷ്ണുവേട്ട, വിഷ്ണുവേട്ടൻ തന്നെ അല്ലേ മറ്റൊരു പെണ്ണിന് വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്, പിന്നെ എങ്ങനെയാണ് ഞാൻ തെറ്റിദ്ധരിക്കാന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിച്ചിയുടെ ജീവിതം എല്ലാം തീർന്നിട്ടില്ല ശ്യാമേ, തീർന്നിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. കരുതുന്ന പോലെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വിഷ്ണുവേട്ട, നിൻ്റെ കുഞ്ഞിച്ചിയുടെ ജീവിതത്തിന് ഒന്നും സംഭവിക്കത്തില്ല ശ്യാമേ, അത് ഞാൻ തരുന്നൊരു വാക്കല്ലേ, എല്ലാം പഴയ പോലെയുള്ളൂ, എന്തോടോ മാറിപ്പോയത് എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാം മാറിപ്പോയതൊന്നും വിഷ്ണുവേട്ടൻ ഇതുവരെ കണ്ടിട്ട് മനസ്സിലായി. വിഷ്ണുവേട്ടനല്ലേ എല്ലാ രീതിയിലും മാറിക്കളഞ്ഞത്, എൻ്റെ കുഞ്ഞേച്ചിക്കേ ഉള്ളൊരു മാറ്റമില്ലാത്ത. ശ്യാമേ നീ ഒരു രീതി സമാധാനിക്ക്, ഞാനൊന്ന് പറയട്ടെ, നിങ്ങളൊന്നും കരുതുന്ന പോലെയല്ല കാര്യം. അപ്പോഴത്തേക്കും കമലനും തുടങ്ങുവാണ്, ആശാൻ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഏട്ടത്തിയമ്മയുടെ മനസ്സ് എന്തുമാത്രം നൊന്തെന്നറിയാവോ എന്നൊക്കെ പറയുന്നത്. എടാ ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം 2 പേരും കൂടെ കേൾക്ക്,
കേൾക്ക്, ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ, ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് വിഷ്ണു സംസാരിക്കാൻ വാ തുറക്കുന്നതും ഇത് കേട്ടിട്ട് ആ കാർത്തിക് എന്താണെന്ന് ഒട്ടൻ തന്നെ അകത്തേക്ക് റൂമിലേക്ക് ഇടിച്ച് കയറി വരുവാണ്. അതേ സത്യാമ്മ താഴേക്ക് വിളിക്കുന്ന കേട്ടോ രണ്ടുപേരെയും വേണ്ടി എന്ന് പറഞ്ഞ് അങ്ങനെ കയറുമ്പോൾ ദാ വന്നല്ലോ വിഷ്ണുവിടെ, ഇനി ബാക്കിയുള്ള സത്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്യാമയ്ക്ക് ദേഷ്യം കൊണ്ട് ശ്യാമ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ. വിഷ്ണു സത്യങ്ങൾ ശ്യാമയോടും അതുപോലെ കമലനോടും പറയാൻ തന്നെയാണ് വന്നത്. പക്ഷേ അത് പറയാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കാർത്തിക എന്ന് പറഞ്ഞവൾ ഇതൊക്കെ കേട്ടിട്ട് അകത്ത് കയറി വന്നത്. എന്നിട്ട് ഇവരവിടെ നിന്ന് മാറിക്കഴിയുമ്പം കാർത്തിക വിഷ്ണുവിനോട് പറയുവാണ്, അത് ഇപ്പോഴേ ആരോടും സത്യങ്ങളൊന്നും പറയരുതേ പ്ലീസ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനൊരു അവസരം ഇല്ലാതായിപ്പോയാലോ, അതുകൊണ്ട് ദയവേത് ഇപ്പം പറയല്ലേ, എൻ്റെ ആ ഒരു ലവർ വരുന്ന വരെ ജസ്റ്റ് ഒന്ന് കാത്തു നിൽക്കണേ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ വീണ്ടും ഇവൾ ഇമോഷണലി അങ്ങ് ബ്ലാക്ക്മെയിൽ ചെയ്ത് ആ ഒരു ട്രാപ്പിൽ വിഷ്ണു എന്താണ് എന്നാൽ ശരി എന്ന ഒരു മട്ടിലേക്ക് നിൽക്കേണ്ട അവസ്ഥയാണ് ഇനി കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം, നിങ്ങളുടെ കമൻസും ഷെയർസും ലൈക്സ് ഇടാനൊന്നും ആരും മറക്കണ്ട കേട്ടോ. ബൈ.